ഈ ഒരു ക്വസ്റ്റ്യൻ പ്രോഫിറ്റ് ആൻഡ് ലോസിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതിനകത്ത് പറയുന്നത് 1/3 ഓഫ് ഗുഡ്സ്, അതായത് ടോട്ടൽ ഗുഡ്സിലെ 1/3 എണ്ണം 15% പ്രോഫിറ്റിന് വിറ്റു. ബാക്കി 25% നമുക്കറിയാം, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പേഴ്സൻറ്റേജ് ഫ്രാക്ഷൻ 1/4 ആണെന്നറിയാം. അത് 20% പ്രോഫിറ്റിന് വിറ്റു. ബാക്കിയുള്ളത് 20% ലോസിനും വിറ്റു. ദെൻ ടോട്ടൽ പ്രോഫിറ്റ് 138.5 ആണ്. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ എന്താ ചോദിച്ചിരിക്കുന്നത്? എത്രയാണ് ഈ ഒരു ട്രാൻസാക്ഷനിൽ ഗുഡ്സിന്റെ വാല്യൂ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ ചെയ്യാനായിട്ട് 1/3 ഓഫ് ഗുഡ്സ് പറയുന്നുണ്ട്, 1/4 ഓഫ് ഗുഡ്സ് പറയുന്നുണ്ട്. അപ്പം ഞാൻ ടോട്ടൽ ഗുഡ്സിന്റെ എണ്ണം 12 എന്ന് എടുത്തു. കാരണം ഇവിടെ 1/3 ഉണ്ട്, 1/4 ഉണ്ട്. അപ്പോൾ ഈ കാൽക്കുലേഷൻ ഈസി ആക്കാൻ വേണ്ടി 12 എണ്ണം എന്ന് എടുത്തു. അതിൽ 1/3 എന്ന് പറയുമ്പോൾ 4, 12ന്റെ 1/3 എത്ര? 4. അത് 15% പ്രോഫിറ്റ്. ഓക്കെ. ദെൻ 25% എന്ന് വെച്ച് കഴിഞ്ഞാൽ 1/4, 3 ഐറ്റം 20% പ്രോഫിറ്റ്. 20% പ്രോഫിറ്റ്. റിമൈനിങ് ഐറ്റം എന്ന് പറയുമ്പോൾ 20% ലോസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ -20%. അപ്പൊ റിമൈനിങ് ഐറ്റം എന്ന് പറയുമ്പോൾ ഇവിടെ 4, 3, 7, 5 ആവും. 5 ഐറ്റം എത്രയാ? ഈ പറയുന്ന പോലെ നമ്മുടെ 20% ലോസ്. ഓക്കെ. ടോട്ടൽ മൊത്തം എൻറ്റയർ പ്രോസസ്സിൽ കിട്ടുന്ന പ്രോഫിറ്റ് ആണ് 138.5. അപ്പൊ ഞാൻ എന്ത് ചെയ്യാൻ പോണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടോട്ടൽ റേറ്റ് പെർസെൻറ്റേജ് കണ്ടുപിടിക്കാൻ പോകും. ടോട്ടൽ നമ്മുടെ പ്രോഫിറ്റ് പെർസെൻറ്റേജ് അല്ലെങ്കിൽ ലോസ് പെർസെൻറ്റേജ്. ഇവിടെ പ്രോഫിറ്റ് ആയിരിക്കും, കാരണം ക്വസ്റ്റ്യനകത്ത് പ്രോഫിറ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് 138.5. അപ്പം ഞാൻ ടോട്ടൽ പ്രോഫിറ്റ് പെർസെൻറ്റേജ് കണ്ടുപിടിക്കുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ വെയിറ്റഡ് ആവറേജ് എടുക്കാം. വെയിറ്റഡ് ആവറേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തിട്ട് 12 വെച്ച് ഡിവൈഡ് ചെയ്യാം. ഒന്നെങ്കിൽ അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾ ആവറേജിൽ നമ്മൾ ഡീവിയേഷൻ എന്നൊരു മെത്തേഡ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ആരെങ്കിലും കണ്ടിട്ടില്ലെങ്കിൽ പോയി കാണാം. അത് വെച്ച് ചെയ്യാം. അപ്പം ഞാൻ 15 ആണ് ടോട്ടൽ എന്ന് അസ്യൂം ചെയ്യുന്നു. ഇവിടെ 3 എണ്ണത്തിന്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ 5% കൂടുതലുണ്ട്. 3 എണ്ണത്തിന്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ 5% കൂടുതലുണ്ട്. ഓക്കെ. 5 എണ്ണത്തിന്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ കുറവാണ്. സോ ഞാൻ നെഗറ്റീവ് സൈൻ ഇട്ടു. അത് എത്ര കുറവാണ്? 15 ആണ് ഇവിടെ -25 ആണ്. അപ്പൊ 15 - -25, 35 കുറവാണ്. 5 എണ്ണത്തിന്റെ കേസിൽ 35 കുറവാണ്. ഇനി എന്ത് ചെയ്യണം? ഇതെല്ലാവർക്കും ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്ത് പോകണം. 12. അപ്പൊ നമുക്ക് എന്താ വരുന്നത്? 15 മൈനസ് 35 ഇൻറ്റു 5, 160. 160/12 എന്ന് പറഞ്ഞു വരും. അല്ലെങ്കിൽ 15%. ഇവിടെ മൈനസാണ് വരുന്നത്, കാരണം ഇതാണ് വലിയ വാല്യൂ അല്ലേ. -160/12. 160/12 എന്ന് പറയുമ്പോൾ എനിക്ക് കട്ട് ചെയ്യാം. 40/3 എന്ന് എഴുതാം. 40/3 എന്ന് എഴുതാം അല്ലേ. 40/3. 40/3 എന്ന് പറയുമ്പോൾ 45 5/3% എന്ന് എഴുതാം. 5/3%. അതായത് നിങ്ങൾ 100 രൂപയാണ് എടുക്കണമെങ്കിൽ അതിന് നിങ്ങൾക്ക് പ്രോഫിറ്റ് ആയിട്ട് കിട്ടാൻ പോകുന്ന 5/3% ആയിരിക്കും. 100 രൂപയാണ് നിങ്ങൾക്ക് എടുക്കണമെങ്കിൽ 5/3% ആയിരിക്കും പ്രോഫിറ്റ് കിട്ടാൻ പോകുന്നത്. 100 രൂപയാണെങ്കിൽ 5/3% ആയിരിക്കും പ്രോഫിറ്റ് കിട്ടാൻ പോകുന്നത്. ഈ 5/3ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ക്വസ്റ്റ്യനിൽ 138.5 എന്ന് വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് 100% കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ 1% എത്ര വരും? 138.5 ഇൻറ്റു 3/5 വരും. ഈ 5/3 ഇപ്പുറത്ത് വെച്ച് ഡിവൈഡ് ചെയ്യുന്നു. ഇനി എന്താ വേണ്ട? നമുക്ക് ടോട്ടൽ കോസ്റ്റ് ആണ് വേണ്ട. അപ്പൊ 100% കണ്ടുപിടിക്കേണ്ട. അപ്പൊ ഇൻറ്റു 100 ചെയ്യുക. ഇൻറ്റു 100 ചെയ്യുമ്പോൾ ഈ പോയിന്റ് പോകും. പോയിന്റ് പോയിട്ട് എത്ര വരും? 138.50 ഇൻറ്റു 3/5 എന്ന് പറഞ്ഞ് വരും. 138.50 ഇൻറ്റു 3/5 എന്ന് പറഞ്ഞ് വരും. ഓക്കെ. 138.50 ഇൻറ്റു 3/5 എത്ര വരും? 8310 വരും. 8310 വരും. സോ 8310 ആയിരിക്കും ഈ ഒരു ക്വസ്റ്റ്യന്റെ ഫൈനൽ ആൻസർ ആയിട്ട് വരാൻ പോകുന്നത്.